വോട്ടിന് പണം നൽകിയതിൽ കേസെടുത്ത് പോലീസ് പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നാണ് എഫ്ഐആർ. കണ്ടാൽ തിരിച്ചറിയാവുന്ന NDA പ്രതിനിധിക്കെതിരെ പാലക്കാട് സൗത്ത് പോലീസാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സാജിദ് അജ്മൽ വിവരങ്ങളുമായി ചേരുകയാണ്. സാജിദ്, നേരത്തെ DGP റവാഡ ചന്ദ്രശേഖർ ഇതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കുകയാണ്. മാത്രമല്ല ജില്ലാ പോലീസ് മേധാവിക്ക് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം കൈമാറിയിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ പോലീസിന്റെ പ്രാഥമികമായ അന്വേഷണത്തിൽ, പ്രാഥമികമായ വിലയിരുത്തലിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ട് എന്ന് തന്നെ കണ്ടെത്തുകയാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായും FIR-ലേക്ക് പോകുന്നത്. അപ്പോൾ വീണ്ടും BJP പ്രതിരോധത്തിലാകുന്നു എന്നുള്ളത് തന്നെയല്ലേ? മഹേഷ്, തീർച്ചയായും വോട്ടർമാരെ സ്വാധീനിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പണം നൽകി എന്നുള്ളതാണ് FIR. ഈ FIR-ൽ ഈ പ്രതിയുടെ പേര് രേഖപ്പെടുത്തിയില്ല. തിരിച്ചറിയാൻ കഴിയുന്ന NDA പ്രതിനിധി എന്ന് മാത്രമാണ് ഉള്ളത്. എന്നാൽ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളെ നിലവിൽ പ്രതി ചേർത്തിട്ടില്ല. നമ്മൾ പോലീസുമായി അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇതിന്റെ തുടർ നടപടികളുടെ ഭാഗമായി അത്തരം ഈ കൂടുതൽ ആളുകളെ പ്രതി ചേർക്കും എന്നുള്ളതാണ്. എന്തായാലും പീപ്പിൾ റെപ്രസെന്റേറ്റീവ് ആക്ട്, അതോടൊപ്പം തന്നെ ഈ നിലവിലെ BNS തുടങ്ങിയ വകുപ്പുകൾ, വിവിധ വകുപ്പുകളാണ് ഇതിൽ ഇട്ടിരിക്കുന്നത്. ഇത് പാലക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കും എന്നും ഈ FIR-ൽ ഉണ്ട്. BNS-ന്റെ 173, 123(1)(a), 123(2), അതോടൊപ്പം തന്നെ ജനപ്രാതിനിധ്യ നിയമം തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ പ്രതി ഈ കേരളം വിട്ടു എന്നുള്ളതാണ്. അതായത് ഈ പണം കൊടുത്ത ആൾ കേരളം വിട്ടു എന്ന ഒരു സൂചന കൂടി ലഭിക്കുന്നുണ്ട്. എന്നാലും ഈ ശക്തമായ ഈ നിയമ നടപടി വേണമെന്ന് നേരത്തെ ഈ UDF-ഉം LDF-ഉം എല്ലാം തന്നെ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇനി ഈ പോലീസിന്റെ അന്വേഷണവും അതോടൊപ്പം തന്നെ ഈ പാലക്കാട് മണ്ഡലത്തിലെ ഈ റിട്ടേണിംഗ് ഓഫീസറുടെ റിപ്പോർട്ട് കൂടി 11-ാം തീയതി ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കണം എന്ന നിർദ്ദേശം കൂടി നേരത്തെ നൽകിയിരുന്നു. സാജിദ്, ഇതിലിപ്പോൾ ഈ പണം നൽകിയ സ്ത്രീ, ആ ചുരിദാറിട്ട് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട സ്ത്രീ, അവർ കേരളം വിട്ടു എന്നാണോ ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന സൂചനയുള്ളത്? അതോടൊപ്പം തന്നെ ഈ ഇത്രയും സമയമായിട്ടും പോലീസിന് ഇത് ആരാണ് എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണോ? സിനി സജീവ് എന്ന സ്ത്രീയാണ് ഈ പണം നൽകിയത്. ഇവർ മുംബൈയിലാണ് താമസം എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവർ പാലക്കാട് സ്വദേശിനിയാണ്, പക്ഷെ മുംബൈയിലാണ് താമസം. അവർ ഇന്ന് ഈ മുംബൈയിലേക്ക് പോകും എന്നുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. അത് ഈ വിമാനം വഴി മുംബൈയിലേക്ക് പോകുമെന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഇതിൽ ഈ പണം നൽകി എന്നുള്ളത് ഈ വളരെ വ്യക്തമാണ്. അത് ശോഭാ സുരേന്ദ്രൻ തന്നെ ദൃശ്യങ്ങളിൽ പറയുന്നുണ്ട്. ഇവരുടെ വല്യമ്മയ്ക്കാണ് പണം നൽകിയത് എന്ന് ആദ്യം പറയുന്നു. പിന്നീട് ഈ പണം നൽകിയില്ല എന്ന്, അതായത് ആ ദൃശ്യങ്ങൾ പകർത്തുന്ന യുവാക്കളോട് ആ പിറകിലിരിക്കുന്ന ഈ സിനിയുടെ വല്യമ്മയ്ക്കാണ് പണം നൽകിയത് എന്നാണ് ആ ദൃശ്യങ്ങളിൽ പറയുന്നത്. പിന്നീടാണ് അവർ ഇത് നിഷേധിക്കുകയും മറ്റും ചെയ്യുന്നത്. എന്തായാലും റിട്ടേണിംഗ് ഓഫീസറുടെ റിപ്പോർട്ട് ഈ ജില്ലാ കളക്ടർക്ക് കൈമാറി അത് ചീഫ് ഇലക്ഷൻ ഓഫീസർക്ക് കൈമാറുക എന്നതായിരിക്കും അതിന്റെ നടപടിക്രമം. പോലീസ് എന്തായാലും ഇപ്പോൾ പ്രാഥമികമായി അന്വേഷണം നടത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പാലക്കാട് സൗത്ത് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഓക്കെ സാജിദ്, അടുത്ത നടപടിക്രമം എന്ന് പറയുന്നത് സ്വാഭാവികമായി ഇതിന്റെ റിപ്പോർട്ട് കോടതിയിൽ നൽകുക എന്നുള്ളതാണ് അല്ലേ? തീർച്ചയായും ഇതിന്റെ റിപ്പോർട്ട് കോടതിയിൽ നൽകണം. അതോടൊപ്പം തന്നെ ഇതിൽ ഈ പ്രതിയായ ആളെ ഈ ചോദ്യം ചെയ്ത് ഈ തുടർ നടപടികളിലേക്ക് കടക്കുകയും വേണം. ഇവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും വേണം. അക്കാര്യങ്ങൾ കൂടി വളരെ വേഗത്തിൽ നടക്കേണ്ടതുണ്ട്. എന്തായാലും ഈ പണം കൊടുത്ത് വോട്ടർമാരെ സ്വാധീനിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ചെയ്തു എന്നുള്ളത് തന്നെയാണ് FIR-ൽ ഉള്ളത്. ഓക്കെ സാജിദ്, ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം വൈകിട്ട് ശോഭാ സുരേന്ദ്രൻ ഇത് വിശദീകരിക്കാൻ മാധ്യമങ്ങളെ കണ്ടെങ്കിലും അത് തിരിച്ചടിയാവുകയാണ് സ്വാഭാവികമായും ചെയ്തത്. അതിനുശേഷം BJP ക്യാമ്പ്, NDA ക്യാമ്പ് എങ്ങനെയാണ് ഈ വിഷയത്തെ വിലയിരുത്തുന്നത്? നാളത്തെ വോട്ടെടുപ്പിൽ അത് തിരിച്ചടിയാകും എന്ന് BJP സ്വാഭാവികമായും കരുതുന്നുണ്ടോ?
തീർച്ചയായും അവർ ശോഭാ സുരേന്ദ്രൻ എന്ന ഒരു വ്യക്തിയുടെ പ്രഭാവത്തിൽ വലിയ തോതിൽ വോട്ട് ലഭിക്കുമെന്ന് അവർ കണക്ക് കൂട്ടിയിരുന്നു. എന്നാൽ പാലക്കാടുള്ള കുറച്ച് വിദ്യാസമ്പന്നരായ യുവതികളായ ആളുകൾ ഉൾപ്പെടെ ആ രീതിയിൽ ശോഭാ സുരേന്ദ്രൻ വോട്ട് ചെയ്യുമെന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇന്ന് പൂർണ്ണമായും അവർ തുറന്നു കാട്ടപ്പെടുകയായിരുന്നു. അതായത് പണം നൽകി അതിനെ ന്യായീകരിച്ച് പിന്നീട് വലിയ തോതിലുള്ള പ്രതിരോധത്തിലാകുന്ന കാഴ്ച കണ്ടിരുന്നു. അത് വലിയ തോതിൽ അത്തരം ഒരു നിഷ്പക്ഷ വോട്ടുകളെ ബാധിക്കുമെന്ന് BJP വലിയ രീതിയിൽ ആശങ്കപ്പെടുന്നുണ്ട്. അത് ശോഭാ സുരേന്ദ്രൻ എന്ന ഒരു വ്യക്തിപ്രഭാവത്തിൽ ലഭിക്കേണ്ട വോട്ടുകൾ കുറയുമോ എന്നൊരു ആശങ്ക തീർച്ചയായും BJPക്കുണ്ട്. ഓക്കെ, ശോഭാ സുരേന്ദ്രൻ ഇന്നിപ്പോൾ അവിടെ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ടായിരുന്നു, ഞാൻ പരാതി നൽകാൻ പോവുകയാണ്, എനിക്കെതിരെ ആസൂത്രിതമായ നീക്കമാണ് ഉണ്ടായത്, മീഡിയ വൺ റിപ്പോർട്ടർ സാജിദ് അജ്മൽ നെതിരെയും പരാതി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു. ശോഭ ഏതെങ്കിലും തരത്തിൽ നിയമ നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ? പോലീസിൽ പരാതി നൽകുകയോ മറ്റോ അതിലേക്ക് കടന്നിട്ടുണ്ടോ? അതല്ല അത് വേണ്ട എന്ന് പാർട്ടി പറഞ്ഞിട്ടുണ്ടോ? അതങ്ങനെ പരാതി നൽകി കഴിഞ്ഞാൽ ഈ മിക്കവാറും അവർക്ക് തന്നെ അത് ഈ വലിയ തോതിൽ പ്രതിരോധത്തിലാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ ഈ പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന കാര്യം വ്യക്തമല്ല. ഇതുവരെ അവർ പരാതി നൽകിയതായി അറിയുകയുമില്ല. അവർ ആരോപിക്കുന്ന കാര്യങ്ങൾ ഒരു ഗൂഢാലോചന സിദ്ധാന്തമാണ്. അതായത് മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടർ ആയ ഈ സാജിദ് അജ്മലിന് എങ്ങനെയാണ് ഈ ദൃശ്യങ്ങൾ ആദ്യം ലഭിച്ചത് എന്നുള്ള ഒരു ചോദ്യമാണ്. ഓരോ മാധ്യമ പ്രവർത്തകർക്കും വ്യത്യസ്ത രീതിയിലുള്ള സോഴ്സുകൾ ഉണ്ടാകും, വ്യത്യസ്ത രീതിയിൽ വാർത്തകൾ ലഭിക്കും. അത് അവിടെയുള്ള ഞാൻ ഉൾപ്പെടെ മറ്റ് മാധ്യമ പ്രവർത്തകരും അത് ഈ സാജിദിനെ മിടുക്കായിരിക്കും എന്ന് പറയുകയാണ് അവരോട് ചെയ്തത്. അവർ അങ്ങനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനുള്ള ശ്രമം മറ്റ് സഹപ്രവർത്തകർ കൂടി ഈ കൃത്യമായ രീതിയിൽ പ്രതിരോധിച്ചു എന്ന് തന്നെ വേണം പറയാൻ. അവർ ഈ ഗൂഢാലോചനയായി പറയുന്നത് ഞാൻ ഈ കോൺഗ്രസ് പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ദൃശ്യങ്ങൾ പകർത്തി എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മധ്യത്തിൽ വരുന്നത് BJP പ്രവർത്തകരാണ്. അങ്ങനെ ഞാൻ BJP പ്രവർത്തകർക്ക് പണം വിതരണം ചെയ്യാൻ പറഞ്ഞ് അത് പിന്നീട് കോൺഗ്രസ് പ്രവർത്തകരോട് ദൃശ്യങ്ങൾ പകർത്താൻ പറയണം. അങ്ങനെ മധ്യത്തിലുള്ള BJP പ്രവർത്തകർ ഞാൻ പറഞ്ഞതിന്റെ പേരിൽ പണം കൊടുക്കുമോ എന്നൊരു ചോദ്യമാണ് അവിടെ ഉയരുന്നത്. അതിന് അവർക്ക് പ്രത്യേകിച്ച് മറുപടി ഒന്നും തന്നെ ഇല്ല.